മിൽമയുടെ ഡിസൈൻ ദുരുപയോഗം ചെയ്തതിന് സ്വകാര്യ ഡയറി കമ്പനിക്കെതിരെ പ്രിൻസിപ്പൽ കൊമേഴ്ഷ്യൽ കോടതി 1 കോടി രൂപ പിഴ ചുമത്തിയിരിക്കുകയാണ്. അസാധാരണമായാണ് ഇത്രയധികം തുക ഒരു സ്വകാര്യ കമ്പനിക്ക് ഇങ്ങനെ പിഴ ചുമത്തുന്ന സാഹചര്യം. ഈ അവസരത്തിൽ മിൽമയുടെ ചെയർമാൻ ശ്രീ KS മണി തന്നെ എന്നോടൊപ്പം ചേരുന്നു. സമീപകാലത്തൊന്നും ഇങ്ങനെയൊരു കാര്യം കേട്ടിട്ടില്ല. ഇങ്ങനെയൊരു പരാതി ഉണ്ടാകാനിടയായ സാഹചര്യം എന്താണ്? നമുക്കെല്ലാം അറിയാവുന്ന പോലെ മിൽമ എന്നുള്ളത് കഴിഞ്ഞ 45 കൊല്ലമായി കേരളീയ ജനതയുടെ മനസ്സിൽ ആഴ്ന്നിറങ്ങിയ ഒരു പ്രസ്ഥാനമാണ്. മാത്രമല്ല കേരളത്തിലെ 10.5 ലക്ഷത്തോളം വരുന്ന ക്ഷീരകർഷകരുടെ പ്രസ്ഥാനമാണ് മിൽമ. അപ്പോൾ അതിൽ പ്രധാനമായി നമ്മൾ ഫോക്കസ് ചെയ്യുന്നതിന് മുമ്പൊക്കെ പലപ്പോഴും പറഞ്ഞതുപോലെ തന്നെ ക്വാളിറ്റിയിൽ നല്ല ക്വാളിറ്റി സാധനങ്ങൾ അഫോർഡബിൾ റേറ്റിൽ നമ്മൾ കർഷകർക്കും അതുപോലെ തന്നെ കൺസ്യൂമേഴ്സിന് കൊടുക്കുക എന്നുള്ളതാണ്. ഇവിടെ പറ്റിയത് മിൽമയുടെ നമ്മളുടെ പാൽ പാക്കറ്റിന് സമാനമായ രീതിയിൽ അതിൻ്റെ നിറവും കെട്ടിലും മട്ടിലും ഫോണ്ടിലും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന വിധത്തിൽ മിൽന എന്നുള്ള പേരിൽ, കാരണം വളരെ സൂക്ഷിച്ചു നോക്കിയാൽ അത് മിൽമയല്ല എന്ന് തിരിച്ചറിയാൻ കഴിയുള്ളൂ. അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടുന്ന വിധത്തിൽ മാർക്കറ്റിൽ പാൽ പാക്കറ്റുകൾ കൊടുക്കുന്നത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ആദ്യം നമ്മൾ ആ കമ്പനിയോട് തന്നെ നമ്മൾ രേഖാമൂലം അറിയിച്ചു, ഇങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്, അത് ചെയ്യരുത് എന്ന് നമ്മൾ പറഞ്ഞു. അതിന് പ്രധാന കാരണം ഇപ്പോൾ മിൽമയുടെ പാലും ഉൽപ്പന്നങ്ങളും വിൽക്കുന്നവിടെ കേരളത്തിൽ നമുക്കൊക്കെ അറിയാം. ഇപ്പോൾ ധാരാളം കമ്പനികൾ അവരവരുടേതായിട്ടുള്ള പാലും ഉൽപ്പന്നങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. അതൊന്നും നമുക്ക് നിരുത്സാഹപ്പെടുത്താനോ തടയാനോ കഴിയില്ല ഇന്നത്തെ മത്സരാധിഷ്ഠിത കമ്പോളത്തിൽ. അതൊക്കെ നമുക്ക് സ്വാഭാവികമാണ്. പക്ഷേ ഇത് നമ്മളുടെ പേര് സാമ്യമുള്ള വിധത്തിൽ അതിൻ്റെ ഡിസൈനും കളറും പശുവും അതുപോലെ മിൽമ എന്നുള്ള പേരിന് ചെറിയൊരു ഭേദഗതി മാറ്റം വരുത്തിക്കൊണ്ട് മിൽന എന്നാക്കി വിൽക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു കൊടുത്ത് അതിനകത്ത് അനുകൂലമായിട്ട് ഒരു നടപടി അല്ലെങ്കിൽ നിർത്തിവെക്കുന്ന നടപടി ഇല്ലാത്തത് കൊണ്ടാണ് നിയമപരമായിട്ട് നമ്മൾ കോടതിയിൽ കോട്ടയം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. കോട്ടയം മാർക്കറ്റിലാണ് പ്രധാനമായിട്ടും നമ്മൾ ഇത്തരം പാക്കറ്റുകൾ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ പിന്നെ നമുക്ക് മറ്റൊരു മാർഗമില്ലാത്തതുകൊണ്ടാണ് നിയമപരമായി നേരിടാനായിട്ട് നമ്മൾ കോടതിയിൽ കേസ് കൊടുത്തു. കോടതിയിൽ ഇപ്പോൾ വിധി വന്നു. സന്തോഷകരമായ ഒരു കാര്യമാണ്. വിധിയിൽ ഇപ്പോൾ പറഞ്ഞ പോലെ, താങ്കൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ 1 കോടി രൂപയുടെ നഷ്ടപരിഹാരം, ഒരുപക്ഷെ ഇത്രയധികം നഷ്ടപരിഹാരം ആദ്യമായിട്ടായിരിക്കും ഒരു കോടതി വിധിച്ചിട്ടുണ്ടാവുക. അറിയില്ല, എനിക്ക് വസ്തുത അറിയില്ല. പക്ഷേ നമ്മൾ കാണുന്നത് ഈ നഷ്ടപരിഹാര തുകയെക്കാളും പ്രധാനമായി കാണുന്നത് മിൽമ എന്നുള്ള അല്ലെങ്കിൽ ഏതൊരു പ്രമുഖ ബ്രാൻഡിനെയും അനുകരിച്ചു കൊണ്ടൊരു വ്യാജ പ്രോഡക്റ്റ് ഇറക്കുമ്പോൾ ആ ബ്രാൻഡിൻ്റെ ഇമേജ് നഷ്ടപ്പെടുത്തുക മാത്രമല്ല കൺസ്യൂമേഴ്സിൻ്റെ ഇടയിൽ തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ട് മിൽമയ്ക്ക് തന്നെ അതിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത വിധത്തിലാണല്ലോ ഇങ്ങനെ എന്ന് കൺസ്യൂമേഴ്സിൻ്റെ ഭാഗത്തുണ്ടാവും. അത് നമുക്ക് അഫോർഡ് ചെയ്യാൻ കഴിയില്ല. കാരണം മിൽമയ്ക്ക് അങ്ങനെ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്തുകൊണ്ട് അമിത ലാഭം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യമേ ഇല്ല. അപ്പോൾ സമാനമായ രീതിയിൽ പോകാതെ അവർക്ക് അവരുടേതായിട്ടുള്ള ഉൽപ്പന്നങ്ങളും പാലുൽപ്പന്നങ്ങളും വിൽക്കുന്നതിന്, അവരുടെ ബ്രാൻഡിൽ വിൽക്കുന്നതിന് ഒരു തടസ്സമില്ല. അത് നമ്മളുടെ കോപ്പി അടിച്ചുകൊണ്ട് അല്ലെങ്കിൽ സമാനമായ രീതിയിൽ ചെയ്യുന്ന ഒരു നടപടിയാണ് നമ്മൾ ചോദ്യം ചെയ്തത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വാഭാവികമായിട്ടും മിൽമയ്ക്ക് മാത്രമല്ല, ഇനി ആരും ഇതറിയാവുന്നവരാരും അങ്ങനെ മറ്റൊരു പ്രമുഖ ബ്രാൻഡിൻ്റെ വ്യാജ പതിപ്പിലൂടെ മാർക്കറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് ഇതൊരു വിധിയിലൂടെ തടയപ്പെടാൻ കഴിയുമെന്നാണ് നമ്മളുടെ പ്രതീക്ഷ. എന്തായാലും വ്യാപാര രംഗത്ത് മുഴുവൻ ചർച്ചയായി മാറിയിരിക്കുകയാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ പ്രിൻസിപ്പൽ കൊമേഴ്ഷ്യൽ കോടതിയുടെ വിധി. അത് മുഴുവൻ ഈ ഇത്തരം സംരംഭങ്ങൾ തുടങ്ങാനിരിക്കുന്നവർക്ക് കൂടി ഒരു മുന്നറിയിപ്പും ജാഗ്രതാ നിർദ്ദേശം കൂടിയായി മാറുകയാണ്. ക്യാമറമാൻ ബിപിൻ മുരളിക്കൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18.